അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാനിപ്പോൾ ഇന്നത്തെ നാളെ നടക്കുന്ന നമ്മളെ സമുന്നതരായ നേതാക്കന്മാരുടെ ചർച്ച ഒരു മസ്ലഹത്ത് എന്നുള്ള നിലയിലുള്ള ഒരു ചർച്ചയിൽ വളരെ പ്രതീക്ഷ വെച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കല്ലുകടി എനിക്ക് തോന്നിയത് ഇപ്പോൾ ഹമീദ് ഫൈസിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. സത്യമാണോ അല്ലെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കാണ് കണ്ടത്. അത് വ്യാജാണെന്നൊന്നും എനിക്കറിയില്ല ഏതായാലും. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് CIC ഇനിയും ചില സത്യങ്ങളൊന്നും പറയാതിരിക്കാൻ വയ്യ എന്നുള്ളത്. ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. നാളെ നടക്കുന്ന ചർച്ചയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഇവിടെ അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന് പിന്താങ്ങുന്ന വാലാട്ടികളായി നടക്കുന്ന ഷജറകളോടും പറയാനുള്ള ഒറ്റ കാര്യമാണ്, CIC എന്ന് പറയുന്ന സംവിധാനത്തിനെ നിങ്ങൾക്ക് മൂക്കിൽ വലിക്കാൻ കഴിയുമെന്നുള്ള വ്യാമോഹം അത് മാറ്റി വെച്ചാളി. ആ പൂതിക്കങ്ങളായിട്ട് തീ കൊടുത്താളി. CIC സംവിധാനം നടത്തുന്നത് സമസ്തയുടെ സമുന്നതരായ പല നേതാക്കന്മാരും അത്തരം വിഷയങ്ങളിലുണ്ട്. ഒരു മാത്രവുമല്ല, സമസ്തയുടെ താങ്ങും തണലുമായി എല്ലാ നിലയിലും സമസ്തക്കൊപ്പം നിൽക്കുന്ന ഉമറാക്കൾ അതിൻ്റെ ആ സംവിധാനം നടക്കുന്നവരുണ്ട്. എല്ലാവരും സമസ്തയുടെ പ്രവർത്തകന്മാരായ നിഷ്കളങ്കരായ ബഹുഭൂരിഭാഗം പ്രവർത്തകന്മാരും CIC സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഫേസ്ബുക്കിലോ ചില സത്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ല അസത്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ വന്നാലും അതൊക്കെ കണ്ട് കേട്ടിട്ടാണ് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരൊന്നുമല്ല ഞങ്ങളൊന്നും. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. ഇത്രയും കാലം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു ഉത്തരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ഒരാളുകൾ ഇങ്ങനെ ഒരു പരസ്യമായിട്ട് പറയുന്നൊക്കെ പറഞ്ഞിട്ട് നാളെ നടക്കുന്ന ചർച്ചേൻ്റെ മുന്നായിട്ട് നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ പിന്നെ ഞങ്ങൾക്കൊരു കാര്യം ഉണ്ടാവും അവിടെ. അപ്പോൾ സമസ്ത പറഞ്ഞില്ലേ നമ്മൾ എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല എന്നുള്ളൊരു വർത്തമാനം പറഞ്ഞിട്ട് വരരുത്. ന്യായം ഉണ്ടോ എന്നുള്ളത് പറഞ്ഞിട്ട് വന്നാൽ മതി. ഓരോരോ വിഷയങ്ങളും ഒരു മധ്യസ്ഥന്മാർ മുഖേന നടക്കുന്ന ചർച്ചയിൽ അവിടെ ന്യായത്തിനാണ് വില. മനസ്സിലായില്ല? അത് ഇന്നാൾ പറഞ്ഞു അല്ല ഇന്നാൾ ചെയ്ത്. പഴയ കാലത്ത് ഔലിയാക്കൾ ആണ് സമസ്തന്റെ നേതാക്കന്മാർ, ഔലിയാക്കളാണ് നയിക്കുന്നത്. അന്നത്തെ കാലത്തുള്ള മഹാന്മാരല്ല. അതിനൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് നമ്മളെ സെയ്ദുൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ധമായിട്ട് തന്നെ എല്ലാവരും കാര്യങ്ങളൊക്കെ തിരിയുന്നവരാണ്. അന്ധമായി നിങ്ങളാണ്ട് പറഞ്ഞെന്ന് വിചാരിച്ചു കാണ്ട് അതന്നെയാണ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന ആളുകളല്ല. അത് മനസ്സിലാക്കണം. ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പിന്നെ ന്യായത്തിനെ വില ഉണ്ടാവുള്ളൂ. ഇത്രയും കാലം പല വിഷയങ്ങളും നമ്മൾ മിണ്ടാതിരിക്കുന്നതും അല്ലെങ്കിൽ പറയാതിരിക്കുന്നതും അത് സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിനെ ബാധിക്കരുതെന്ന് കരുതിയിട്ടാണ്. ഞങ്ങൾ സ്ഥാനമാനങ്ങളിലൊന്നുമില്ല, മനസ്സിലായില്ലേ? പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പലതും ഉണ്ടാവും. സ്ഥാനമാനങ്ങളുണ്ടാവും നഷ്ടപ്പെടാൻ, പല വിഷയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞിട്ട് വന്നാൽ മതി. അഭിമുഖം കൊണ്ട് എന്ന് പറയാനാണ് ഞാൻ വോയിസിൽ വന്നത്. അത് കണ്ടപ്പോൾ എനിക്കൊരു പ്രയാസം തോന്നിയിട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ വേറുള്ളവരും വിളിച്ചു പറയും, മനസ്സിലായില്ലേ? അപ്പം പിന്നെ അത് പറഞ്ഞില്ലേ, അവർ പറഞ്ഞില്ലേ, സംഘടനയല്ലേ എന്നൊക്കെ പറഞ്ഞില്ലേ, പിന്നെ അവിടെ ഹക്കുമ്മലേ നിൽക്കുള്ളൂ. ഞങ്ങൾക്ക് ഹക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോരും. അല്ലാതെ ഇന്നാൾ പറഞ്ഞെന്ന് കരുതിയിട്ടൊന്നും ഞങ്ങളത് വിശ്വസിക്കാൻ മാത്രം മടയന്മാരല്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഹമീദ് മൗലവിയെ. അസ്സലാമു അലൈക്കും.